പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് ഉള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ പാർട്ട് കാണാത്തവരെന്താക്കുക, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഓക്കെ, ദെൻ അപ്പോൾ ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് പറഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൊസിഷൻ ആൻഡ് ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പൊസിഷൻ എന്താ ടേം എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് നോക്കൂ, ടേം എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു സീക്വൻസ് ആണ് അല്ലേ, 19, 28, 37 അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് ടേം ആണ് ഈ 90 എന്ന് പറയുന്നത് അല്ലേ. സെക്കൻഡ് ടേം എന്താണ് 28, തേർഡ് ടേം എന്താണ് 37 അല്ലേ. അപ്പോൾ ടേമുകളാണ് ഇത് അല്ലേ. അപ്പോൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ നോക്കിയേ, പൊസിഷൻ ഒന്നാമത്തെ പൊസിഷനാണ് ഈ 19, ഒന്നാമത്തെ ടേമാണ് 19 എന്നല്ല പറഞ്ഞത്. അപ്പോൾ പൊസിഷൻ 1 അല്ലേ. പിന്നെ രണ്ടാമത്തെ പൊസിഷൻ 2 പൊസിഷൻ അല്ലേ, അതിലെ ടേം എന്താണ്, രണ്ടാമത്തെ ടേം 28 അല്ലേ, മൂന്നാമത്തെ ടേം എന്താ 37, ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഇനി ഞാനൊരു ജസ്റ്റ് ഒരു സീക്വൻസ് എന്താണ് അരിത്മെറ്റിക് സീക്വൻസുകൾ എഴുതാൻ പോവാണ്. 2, 4, 6, 8, 10 സിമ്പിളായിട്ടുള്ളൊന്ന് ചെയ്യുകയാണ് കേട്ടോ. 10, 12, 14, 16, 18, 20, 22, 24 എക്സെട്ര. ഓക്കെ, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ. കാരണം എന്താണ്, ഇത് സെയിം നമ്പർ അല്ലേ, ഇതിനെന്താണ് സെയിം നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകുന്നതാണല്ലേ. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, അതിന് പൊതുവായിട്ടുള്ള അതായത് കോമൺ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. നോക്കൂ, ഏത് നമ്പർ എടുത്തിട്ട് അതിന് തൊട്ട് പിന്നെയുള്ള നമ്പറായിട്ട് മൈനസ് ചെയ്ത് നോക്കൂ. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് 16ഉം 14 ആണ്. 16 മൈനസ് 14 എന്താണ് 2 അല്ലേ. ദെൻ 22 മൈനസ് 20 എത്രയാണ് 2 അല്ലേ. ദെൻ 10 മൈനസ് 8 എന്താണ് 2 അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഡിഫറൻസ് ഒക്കെ എന്താണ് കോമൺ ആണ് അല്ലേ. എല്ലാത്തിനും ഡിഫറൻസ് എന്താണ് 2 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഇപ്പം നമുക്ക് ഒരു സീക്വൻസ് ഇപ്പോൾ ഇതന്നെ ഞാൻ എടുക്കുന്നു കേട്ടോ. അപ്പോൾ 2, 4, 6 എക്സെട്ര. ഇതിൽ എന്താണ്, ഫസ്റ്റ് ടേം എന്താണ് 2 ആണ്, സെക്കൻഡ് ടേം 4 ആണ്, തേർഡ് ടേം 6 ആണല്ലോ. ഇനി ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ 10th ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് 10th ടേം നമ്മളിങ്ങനെ എഴുതി പോവാം. അങ്ങനെയാണെങ്കിൽ 100th ടേം എന്ന് പറയുമ്പോൾ എത്ര ടൈം വേണം എഴുതാനല്ലേ, അല്ലെങ്കിൽ 200th ടേം പറയാൻ എന്താണ് കാണാൻ എന്താ ചെയ്യുക. അപ്പോൾ കുറേ എഴുതി പോകണ്ടേ, അതിനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ പറയുന്നൊരു ഇതാണ്. അപ്പോൾ നോക്കുക, അപ്പോൾ നമ്മൾ nth ടേം ഇസ് ഈക്വൽ ടു എന്താണ് nth ടേം, ഇത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. nth ടേം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് എന്താണ് ഫസ്റ്റ് ടേം പ്ലസ് പിന്നെ n-1 ഇൻറ്റു n-1 ഇൻറ്റു ഡി. ഡി എന്താണ് കോമൺ ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ എന്താക്കുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. മനസ്സിലാക്കി വെക്കുക അല്ല എഴുതി വെക്കുക കേട്ടോ. ഇനി nth ടേം ഒക്കെ അവർ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, ആ ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. നിങ്ങൾ എന്താക്കുക, ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ഒക്കെ എന്താക്കുക എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ nth ടേം കണ്ടുപിടിക്കാൻ, 10th ടേം കണ്ടുപിടിക്കാൻ, 100th ടേം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ 200th ടേം, അല്ലെങ്കിൽ 1000th ടേം ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. അതായത് 10ാമത്തെ ആ ടേം എന്താണെന്നറിയാൻ. ഇത് നോക്ക്, മൂന്നാമത്തെ ടേം ഇവിടെ എന്താണ് 6 ആണ് അല്ലേ. അതുപോലെ 10ാമത്തെ ടേം അല്ലെങ്കിൽ 20ാമത്തെ ടേം അല്ലെങ്കിൽ 90 ഏത് ടേം നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. അതിന് നമുക്ക് അറിയേണ്ടത് എന്താണ്, അതിൻ്റെ ഫസ്റ്റ് ടേം അറിയണം, പിന്നെ അതിൻ്റെ കോമൺ ഡിഫറൻസ് അറിയണം, പിന്നെ ഏത് ടേമാണ് കാണേണ്ടതെന്ന് അറിയാം. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ 10th ടേം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ 10th ടേം ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 10th ടേം ഇസ് ഈക്വൽ ടു ഇതിൽ ഫസ്റ്റ് ടേം എന്താണ്, ഈ എന്താണ് സീക്വൻസിൽ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 2 പ്ലസ് ഇനി n-1 അല്ലേ. അപ്പോൾ n ഇവിടെ എന്താ 10 അല്ലേ. അപ്പോൾ 10-1. ഓക്കെ, 10-1 ഇൻറ്റു പിന്നെ ഇതിലെ കോമൺ ഡിഫറൻസ് എന്താണ്, കോമൺ ഡിഫറൻസ് നമുക്കറിയാം അല്ലേ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യാം അല്ലേ. അപ്പം 4-2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 അല്ലേ. 4-2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ എന്തത് കോമൺ ഡിഫറൻസ് 2. നിങ്ങൾ എന്താക്കുക, സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു പറഞ്ഞ് എഴുതുക,
പിന്നെ n ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുക, പിന്നെ d ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. എന്നിട്ടാണ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ 10th ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ 2 പ്ലസ് 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 9 അല്ലേ, 9 ഇൻറ്റു 2 അല്ലേ ഈസ് ഈക്വൽ ടു ഇനി 2 പ്ലസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ 2 പ്ലസ് 9 ഇൻറ്റു 2 എന്ന് കണ്ടില്ലേ, അപ്പോൾ 2 പ്ലസ് 9 ഇവിടെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ, ഫസ്റ്റ് ഈ മൾട്ടിപ്പിൾ ഉള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, മൾട്ടിപ്പിൾ ഉള്ളത് ചെയ്തിട്ടാണ് എന്താക്കണേ പ്ലസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 2 പ്ലസ് 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 18 അല്ലേ. 2 പ്ലസ് 18 ഇസ് ഈക്വൽ ടു എത്രയാണ് ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത് 10th ടേം 20 അല്ലേ. ഓക്കെ, അപ്പോൾ 10th ടേം എന്താണ് 20 എന്നാണ് കിട്ടുക. അപ്പം 20 ഇത് നമുക്ക് 2 4 6 എക്സെട്ര അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഞാൻ ആദ്യം ഒരു സീക്വൻസ് എഴുതിനി അല്ലേ, കുറച്ചധികം എഴുതി എന്തിനാണ് ഈ 10th ടേം എന്താണെന്ന് ശരിയാണോ നോക്കാനാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 20 കിട്ടിയിട്ടുണ്ട്, നമുക്ക് ശരിയാണോ നോക്കുക. 1 2 3 4th ടേം 5th ടേം 6th ടേം 7th ടേം ഇതാണ്, 8th ടേം ഇതാണ്, 9th ടേം ഇതാണ്, 10th ടേം ഇതാണ്. 20 കണ്ടോ, അപ്പോൾ 20 അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെറിയ നമ്പറൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എഴുതി പോയാൽ, പക്ഷേ 100 1000 അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ എഴുതാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏത് ടേം ആണെങ്കിലും ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുക. ഇനി നമുക്ക് എന്താണ് 5th ടേം എന്താണെന്ന് നോക്കുക. 5th ടേം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് പിന്നെ n5 അല്ലേ, അപ്പോൾ 5 മൈനസ് 1 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താ നമുക്ക് കിട്ടിയ 2 അല്ലേ. അപ്പോൾ 2 പ്ലസ് 4 ഇൻറ്റു 2 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര 8 പ്ലസ് 2 എത്ര 10. അപ്പോൾ 5th ടേം അല്ലേ, 5th ടേം 10 ആണോ നോക്കിയാൽ 1 2 3 4 5 അല്ലേ, 5th ടേം 10 അല്ലേ. അപ്പോൾ ഏത് ടേം നമുക്ക് ഉണ്ടാക്കുക ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കാണാം കേട്ടോ. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം ചെയ്യണം, പിന്നെ മൾട്ടിപ്പിളിൽ ആദ്യം ചെയ്യണം കേട്ടോ. ഇത് നേരിട്ട് ഇവിടെ നമ്മൾ 2 പ്ലസ് 9 എന്ന് പറയുമ്പോൾ ഈ 2 പ്ലസ് 9 ആണ് പ്ലസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൾട്ടിപ്പിൾ ഉള്ളത് ആദ്യം ചെയ്യുക. അതിന് റൂൾ ഉണ്ട് നമുക്ക്, എന്താ അറിയുക, ബോർഡ് മാസ് എന്ന് പറഞ്ഞ റൂളാണ് കേട്ടോ. ബോർഡ് മാസ് ഇതിൻ്റെ ഇതെന്താ പറയുക, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് വലിയ വലിയ ക്ലാസ്സിലെത്തിയാലും നിങ്ങൾക്ക് എന്താണ് ഇത് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ബോർഡ് മാസ് പറഞ്ഞാൽ എന്താ അറിയോ, ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാക്കറ്റിനുള്ളിലൊക്കെ ആദ്യം ചെയ്യണം നിങ്ങൾ. ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്, ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാം എന്താണ് ആദ്യം ചെയ്യണം. പിന്നെ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, അത് കഴിഞ്ഞ ശേഷം ബ്രാക്കറ്റിനുള്ളിൽ പ്ലസ്സോ മൈനസോ എന്തോ ആയിക്കോട്ടെ, ആ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യുന്നത്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം ചെയ്യുക. പിന്നെ എന്താക്കുക, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡിവൈഡിൻ്റെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പിന്നെ ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ആദ്യം ചെയ്യുക. പിന്നെ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷനൊക്കെ ചെയ്യുക. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതിനുശേഷമാണ് എന്ത് അഡീഷൻ ചെയ്യേണ്ടത്. അഡീഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം, അഡീഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ, പ്ലസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എന്ത് സബ്ട്രാക്ഷൻ മൈനസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. ഈ റൂള് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. വലിയ വലിയ ക്ലാസ്സിലെത്തിയാലും ഈ 10th ക്ലാസ്സിലാണെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ ഏത് ക്ലാസ്സിലും ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈ റൂള് എന്താണ് അനുസരിച്ചാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ബോർഡ് മാസ് ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. അതിൻ്റെ ഫുൾ ഫോം എന്താ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ 8 ടേമുകൾ കാണുന്നത് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു സീക്വൻസ് തന്നാൽ അതിൻ്റെ ഏത് എന്താണ് സീക്വൻസ് തന്നാലും ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്താക്കാൻ നമുക്ക് ഈ ടേമുകൾ കാണാൻ പറ്റും. ഇനി ഒരു തരുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഏതാ അറിയോ, ഇപ്പോൾ 6th ടേം അതായത് 3rd ടേമും തരും, പിന്നെ ഒരു 6th ടേം അങ്ങനെയൊക്കെ തരും അല്ലേ. എന്ത് ടേം തന്നാൽ ആദ്യം എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താക്കുക, നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താക്കുക അതിൻ്റെ ഇക്വേഷൻ ടേമും കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ തന്നെ എടുക്കുന്ന സീക്വൻസ് എന്താണ്, ഇത് കൂടി പോകുന്നതല്ലേ. ഇനി കുറഞ്ഞു പോകുന്നൊരു സീക്വൻസ് നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കാം ഏതാണ് ഒരു കുറഞ്ഞു പോകുന്ന സീക്വൻസ്. ഇപ്പോൾ നമ്മൾ ഇത് തന്നെ 2ൻ്റെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ, ഈവൻ നമ്പർ തന്നെ എടുക്കാം. അപ്പോൾ 10 പിന്നെന്താ 8 6 4 2 ഓക്കെ എക്സെട്ര. ഇങ്ങനെ ഒരു സീക്വൻസ് ആണ് വിചാരിച്ചോ തന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവർ ചോദിക്കുകയാണ് 4th ടേം അല്ലേ. 4th ടേം എന്തായിരിക്കും, ഇത് 4 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് അല്ലേ, പക്ഷെ നമ്മൾ ഇക്വേഷൻ വെച്ചൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ 5th ടേം ആണ് ഇതിൽ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ 5th ടേമിൽ എന്താണ് കാണുന്നത് നമുക്ക്. ഓക്കെ, 5th ടേം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 5th ടേം ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, ഇക്വേഷൻ ഫിഫ്ത്ത് ടേം
ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ ഫസ്റ്റ് ടേം പ്ലസ് എന്താണ് n-1 ഇൻറ്റു ഡി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് നമ്മളിവിടെ 10 ആണ് അല്ലേ. അപ്പോൾ 10 പ്ലസ് n ഇവിടെ എന്താണ് n 5 അല്ലേ. അപ്പോൾ 5-1 ഇൻറ്റു എന്താണ് ഡി എന്താ അവിടെ വരുന്നത് കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ 8-10 അല്ലേ. 8-10 എന്ന് പറഞ്ഞാൽ എന്താണ് വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടുക അല്ലേ, ചിഹ്നം ഇടുക അല്ലേ. അപ്പോൾ 8-10 അല്ലേ. അപ്പോൾ 8-10 എന്ന് പറഞ്ഞാൽ -2 ആണ് വരിക അല്ലേ. ഞാൻ വലുതെന്ന് ചെറുത് കുറയ്ക്കുക 10 8 കുറയ്ക്കുക 2 എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഏതാ -10 അല്ലേ. അപ്പോൾ 10 ആണ് വലുത് അല്ലേ. അപ്പം മൈനസ് അല്ലേ. അപ്പോൾ -2 വരും കേട്ടോ, -2 വരും. അപ്പോൾ നമുക്ക് എന്താക്കുക അതിൻ്റെ ഇത് എഴുതുക. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് 10 ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈക്വൽ ടു 10 പ്ലസ് 5-1 എന്ന് പറഞ്ഞാൽ എന്താണ് 4 അല്ലേ. 4 ഇൻറ്റു 2 അല്ലേ. 4 ഇൻറ്റു 2 ഇനി ഇസ് ഈക്വൽ ടു എന്താ എഴുതാം നമുക്ക് 10 പ്ലസ് 4 എഴുതാൻ പാടുണ്ടോ ഇല്ല അല്ലേ. 10 പ്ലസ് ഞാൻ ഇപ്പോൾ പറഞ്ഞൊന്ന് ബോർഡ് മാസ് റൂൾ അല്ലേ, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻറ്റുകൾ ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ 10 പ്ലസ് 4 ഇൻറ്റു 2 എത്രയാണ് 8 അല്ലേ. അല്ല 4 ഇൻറ്റു -2 ഇല്ല ഇവിടെ കുട്ടികളെ, ഇവിടെ -2 ഉണ്ട് അല്ലേ. നമ്മളെ കോമൺ ഡിഫറൻസ് എന്താ -2 അല്ലേ. ഓക്കെ ദെൻ അപ്പോൾ 4 പ്ലസ് 4 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ എന്താണ് -8 അല്ലേ. -8 ദെൻ അപ്പോൾ -8 ഇസ് ഈക്വൽ ടു 10 പ്ലസ് -8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 ആണ് അല്ലേ. ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ഫിഫ്ത്ത് ടേം എന്ത് കിട്ടി 2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നെഗറ്റീവ് അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് നെഗറ്റീവ് ഇടുന്നതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയൊക്കെ പോയില്ലേ. അപ്പോൾ ആ -2 ഞാൻ അടുത്തില്ലെങ്കിൽ എന്താവും 10 പ്ലസ് 8 18 ആവും അല്ലേ. അപ്പോൾ തെറ്റാണ് അല്ലേ. അപ്പോൾ അവിടെ -2 നമ്മൾ എന്താക്കുക കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് 10ാം ക്ലാസ് ആണ്. അപ്പോൾ എന്താണ് ഒരു നെഗറ്റീവോ ഒരു പ്ലസ്സോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയാൽ എന്തായി ഫുള്ള് അങ്ങോട്ട് തെറ്റിപ്പോവും അല്ലേ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവ്വം ചെയ്യുക. ഓക്കെ അപ്പോൾ 10 പ്ലസ് -8 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഫിഫ്ത്ത് ടേം 2 അല്ലേ. 10 8 6 പിന്നെ അടുത്ത എന്താ ഫോർത്ത് ടേം 4 അടുത്ത എന്താണ് ഫിഫ്ത്ത് ടേം എന്താണ് 2 അല്ലേ. അപ്പോൾ 2 തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ചെറുതെടുത്ത് ചെയ്ത് എന്താ വെച്ചാൽ നമുക്ക് ശരിയാണോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. വലിയ ഇനി ഫിഫ്ത്ത് ടേം അല്ല 100th ടേം ആകുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക. ഇനി നമുക്ക് എന്താണ് ഇവിടെ 10th ടേം കണ്ടുപിടിക്കുക. ഇതിൻ്റെ 10th ടേം കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും നോക്കാം നമുക്ക്. 10th ടേം ഇസ് ഈക്വൽ ടു അതിൽ -2 എന്നാലൊന്നും ഒരു ഇതില്ല. അതിൻ്റെ 10th ടേം അത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് എന്താണ് ഫസ്റ്റ് ടേം ഇതിൽ 10 പ്ലസ് പിന്നെ എന്താ 10 അല്ലേ. 10-1 ഇൻറ്റു ഇനി കോമൺ ഡിഫറൻസ് എന്താണ് -2 അല്ലേ. ഓക്കെ -2 ദെൻ അടുത്തത് എന്താണ് ഇതിങ്ങനെ ചെയ്യുക 10 ഇസ് ഈക്വൽ ടു 10 പ്ലസ് ഇനി 10-1 എന്ന് പറഞ്ഞാൽ എന്താണ് 9 അല്ലേ. അപ്പോൾ 9 ഇൻറ്റു 2 9 ഇൻറ്റു -2 അല്ലേ. 9 ഇൻറ്റു -2 ഇസ് ഈക്വൽ ടു എന്താണ് 10 പ്ലസ് എന്താണ് 9 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ എത്രയാണ് -18 അല്ലേ. -18 9 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 18 പിന്നെ ആ നെഗറ്റീവ് അവിടെ വരുന്നത് അപ്പോൾ -18 അല്ലേ. അപ്പോൾ 10 പ്ലസ് -18 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക ഇസ് ഈക്വൽ ടു 10 18 കുറയ്ക്കുക അല്ലേ. എന്നിട്ട് എന്താ കുറയ്ക്കുക. അപ്പം അങ്ങനെ കുറയ്ക്കാന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക അല്ലേ. അപ്പം എന്താ ചെയ്യേണ്ടത് 18 അല്ലേ. 18 - 10 എത്രയാണ് 8 അല്ലേ. അപ്പോൾ നെഗറ്റീവ് വലുതിൻ്റെ ചിഹ്നം എന്താ നെഗറ്റീവ് അല്ലേ. അപ്പം -8. അപ്പോൾ നമുക്ക് 10th ടേം എന്താ കിട്ടിയിരിക്കുന്നത് -8 അല്ലേ. ഓക്കെ -8 ആണ് എന്ത് 10th ടേം വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഏത് ടേം നമുക്ക് പ്ലസ് എന്താണ് നമുക്ക് ഇങ്ങനെ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം കേട്ടോ. ആ ഇക്വേഷൻ എന്താ nth ടേം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി അല്ലേ. ടീച്ചർ അവിടെ പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ ദെൻ അപ്പം നമുക്ക് എന്താണ് ഒരു സീക്വൻസ് തന്നാൽ അല്ലേ, ഒരു സീക്വൻസ് തന്നാൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നാൽ അതിൻ്റെ ഏത് ടേമും നമുക്ക് എന്താക്കാം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇനി എന്താണ് നമുക്ക് സീക്വൻസ് തന്നിട്ടില്ല. ചിലപ്പോൾ എന്താണ് സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേമും അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേം അല്ലെങ്കിൽ 10th ടേമും 11th ടേം അല്ലെങ്കിൽ 10th ടേമും 21th ടേം അങ്ങനെയൊക്കെ തന്നാലും എന്താണ് നമുക്ക് ആദ്യം സീക്വൻസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താക്കുക നമുക്ക് ഈ ആ ടേമുകൾ ഏത് ടേമാണോ ചോദിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കുക അല്ലേ. ഓക്കെ
ഇനി നോക്കൂ ഈ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര? ഓക്കെ, ഇതൊരു സീക്വൻസ് ആണ് അല്ലേ, ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതിൽ 25th ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് 25th ടേം ആണ് അല്ലേ. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താ, nth ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് ആദ്യം നിങ്ങൾ ഇക്വേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് nth ടേം ഇസിക്കൽ ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി അല്ലേ. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താണ് 1, 11, 21 എക്സെട്ര അല്ലേ. അതിൽ ഫസ്റ്റ് ടേം എന്താണ് 1 ആണ് അല്ലേ. ഇനി എന്താ നമുക്ക് കണ്ടത് എന്താണ് n അല്ലേ. ഏത് ടേം കാണാൻ പറഞ്ഞിരിക്കുന്നത് 25th ടേം ആണ് അല്ലേ. അപ്പോൾ n ഈസ് ഈക്വൽ ടു എന്താണ് 25 എന്ന് എഴുതുക. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് നമുക്ക് കോമൺ ഡിഫറൻസ് കാണണം അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഒന്നായി അല്ലെങ്കിൽ നേരെ എഴുതുക, അല്ലെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു എന്ന് എഴുതുക. ഡി അറിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം 11 മൈനസ് 1 അല്ലേ. 11 മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്താണ് 10 അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് എന്താക്കുക ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യലാണ്. ടീച്ചർക്ക് താഴെ സ്ഥലം ലേറ്റ് ആട്ടോ ഇവിടെ എഴുതുന്നത്, നിങ്ങൾ താഴെ തന്നെ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇക്വേഷൻ എഴുതുക. 25th ടേം ഇസ് ഈക്വൽ ടു 25th ടേം ഇസ് ഈക്വൽ ടു എന്താണ് ഫസ്റ്റ് ടേം എന്താണ് 1 അല്ലേ. 1 പ്ലസ് n-1 ഇൻറ്റു ഡി അല്ലേ. n എന്താണ് 25 അല്ലേ. അപ്പോൾ 25 മൈനസ് 1 ഇൻറ്റു ഡി എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് 10 അല്ലേ. ഓക്കെ, കണ്ടുപിടിച്ചല്ലോ. ദെൻ എന്താണ് 1 പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു 10 അല്ലേ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 25 മൈനസ് 1 എത്രയാണ് 24 അല്ലേ. 24 ഇൻറ്റു 10 ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്തത് എന്താണ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 24 ചെയ്താവോ ഇല്ല അല്ലേ. ആദ്യം മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ. അപ്പോൾ 24 ഇൻറ്റു 10 എത്രയാണ് 240 അല്ലേ. ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുക 241. ഇതാണ് എന്ത് 25th ടേം, മനസ്സിലായല്ലോ. അപ്പോൾ 25th ടേം എന്ന് പറയുന്നത് എത്രയാണ് 241. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, രണ്ടാമത്താണ് അല്ലേ. ദ 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 46 ആൻഡ് ഇറ്റ്സ് 11th ടേം ഈസ് 51. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? ദ 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 46 ആണ് ആൻഡ് ഇറ്റ്സ് 11th ടേം എത്രയാണ് 51 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം തന്നത് എഴുതുക. അപ്പോൾ 10th ടേം ഈക്വൽ ടു 46 എന്ന് എഴുതുക, 11th ടേം ഇസ് ഈക്വൽ ടു 51 എഴുതുക. ഓക്കെ, അപ്പോൾ 10th ടേം എന്താണ് 46ഉം 11th ടേം 51 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് nth ടേമിൻ്റെ ഇക്വേഷൻ എന്താണ് നമുക്ക് കാണേണ്ടത് ഏതാണ്, അതിൻ്റെ ഫസ്റ്റ് ടേം കാണണം, അതുപോലെ എന്താണ് അതിൻ്റെ ആ സീക്വൻസും കാണണം അല്ലേ. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് റൈറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടേം, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കാണാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം കണ്ടാലല്ലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ആ സീക്വൻസ് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 10th ടേമും 11th ടേമും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാം ആദ്യം എഴുതാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഡി എഴുതിയാലും മതി, സി ഡി അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ് കോമൺ ഡിഫറൻസ്. ഇത് 10th ടേമും 11th ടേമും ആണല്ലോ, അടുത്തടുത്ത നമ്പറാണ് അല്ലേ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, അടുത്തടുത്ത നമ്പർ ആകുമ്പോൾ എന്താണ് വലുതെന്ന് ചെറുത് കുറച്ചാൽ അല്ലേ. അതായത് വലിയ ടേമിൽ നിന്ന് എന്താണ് ചെറിയ ടേം കുറയ്ക്കുക അല്ലേ. അപ്പോൾ 10th ടേം എന്താ ഇവിടെ 11th ടേം എന്താ 51 അല്ലേ. അപ്പോൾ 51 മൈനസ് എന്താ 46 അല്ലേ. ഓക്കെ, അപ്പം 51 മൈനസ് 46 എത്രയാണ്? 51 46 കുറച്ചാൽ എത്രയാണ് 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത് 5 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ടേം ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം കാണാൻ നമ്മൾ എന്താ ചെയ്യുക, ഇത് nth ടേം ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. പക്ഷേ nth ടേം ആണെങ്കിൽ ഫസ്റ്റ് ടേം കാണണം അല്ലേ. പക്ഷേ എന്താണ് ഇവിടെ ഫസ്റ്റ് ടേം അറിയില്ല, ഫസ്റ്റ് ടേം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, ഈ ഫസ്റ്റ് ടേമിൽ തന്നിരിക്കുന്ന 10th ടേം ആണല്ലോ, ഈ ഫസ്റ്റ് ടേമിൽ 10th ടേമിലേക്ക് താൻ എത്ര പ്രാവശ്യം ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 10 മൈനസ് 1 9 ടൈംസ് അല്ലേ. 9 ടൈംസ് എന്താണ് ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് എന്ത് 10th ടേമിലേക്ക് എത്തുന്നത് അല്ലേ. അതേമാതിരി നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, ഈ 10th ടേമിൽ ഫസ്റ്റ് ടേമിൽ എത്തണമെങ്കിൽ എന്താണ് 9 ടൈംസ് കോമൺ ഡിഫറൻസ് ഈ 10th ടേമിൽ നിന്ന് മൈനസ് ചെയ്താലും മതി എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചൂടെ, അങ്ങനെ ചിന്തിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു
ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എന്താണ് ഈ 10th ടേമിൽ നിന്ന് അല്ലേ 10th ടേം ഏത് ടേമാണോ തന്നത് അതിൽ നിന്ന് എന്താക്കുക 46 അല്ലേ 46 അതല്ലേ 10th ടേം അപ്പോൾ 46 മൈനസ് എന്താണ് 10th ടേമിലേക്ക് എന്താണ് ഫസ്റ്റ് ടേമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കേണ്ടത് 9 ടൈംസ് അല്ലേ 10 - 1 9 ടൈംസ് ഓക്കെ അപ്പോൾ 9 ഇൻറ്റു എന്താണ് കോമൺ ഡിഫറൻസ് 5 അല്ലേ കോമൺ ഡിഫറൻസ് 9 ടൈംസ് കുറച്ചാലാണ് എന്ത് ഫസ്റ്റ് ടൈമിലേക്ക് എത്തുക അല്ലേ അപ്പോൾ ഈസ് ഈക്വൽ ടു 46 മൈനസ് 9 × 5 എത്രയാണ് 45 അല്ലേ ഈസ് ഈക്വൽ ടു എത്രയാണ് 1 ആണ് ഓക്കെ അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി സോറി ഫസ്റ്റ് ടേം എന്ത് കിട്ടി 1 എന്ന് കിട്ടി അല്ലേ അപ്പോൾ നമുക്കത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ nth ടേം ഇപ്പോൾ 10th ടേം 46 ആണ് കിട്ടേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഇപ്പോൾ 10th ടേം പറഞ്ഞ് ഇവിടെ കണ്ടുപിടിച്ച് നോക്കുക അപ്പോൾ 10th ടേം ഇസിക്കട്ടെ ഫസ്റ്റ് ടേം നമുക്ക് 1 അല്ലേ അപ്പോൾ 1 പ്ലസ് എന്താണ് 10 അല്ലേ അപ്പോൾ 10 - 1 എന്ന് പറയുമ്പോൾ 9 അല്ലേ 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5 അല്ലേ അപ്പോൾ 5 അല്ലേ 9 × 5 അപ്പോൾ 9 × 5 എത്രയാണ് 45 പ്ലസ് 1 എത്രയാണ് 46 അപ്പോൾ 10th ടേം 46 അല്ലേ ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇക്വേഷൻ ശരിയാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ 10th ടേമും 11th ടേമും അല്ലെങ്കിൽ 100th ടേമും എന്താ 100th 11th ടേം ആയിക്കോട്ടെ 101th ടേം എന്താ വെച്ചാൽ തന്ന് അത് നമുക്ക് ആദ്യം എന്താക്കുക കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന ടേം ഏതാണോ അതിൽ നിന്ന് ഈ ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ എത്ര പ്രാവശ്യം ഈ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം നോക്കുക അപ്പോൾ ഈ ഇപ്പോൾ 10th ടേം ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഫസ്റ്റ് ടേമിലേക്ക് എത്രയെങ്കിലും 10 - 1 എന്ന് പറയുക ഇത് അപ്പോൾ നമുക്ക് 9 കിട്ടും അല്ലേ ഇനി 2th ടേം ആണ് കണ്ടെങ്കിൽ 3rd ടേം ആണ് കണ്ടെങ്കിൽ എന്താ 2th ടേം ആണെങ്കിൽ 10 - 2 എന്ന് ചെയ്യുക തേർഡ് ടേം ആണെങ്കിൽ 10 - 3 എന്ന് വെച്ച് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് ടേം ആയതുകൊണ്ട് 10 - 1 ഇൻറ്റു ആ കോമൺ ഡിഫറൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഏത് ടേമാ തന്നാൽ അതിന് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് 46 മൈനസ് 9 × 5 അല്ലേ അപ്പോൾ 46 എന്താണ് മൈനസ് എത്ര 45 = 1 അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയല്ലോ ഇനി ഫസ്റ്റ് ടൈം കിട്ടി ഇനി അതിൽ തന്നിരിക്കുന്ന ചോദിച്ചിരിക്കുന്ന എന്താണ് റൈറ്റ് ദ ഫസ്റ്റ് 5 അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയല്ലോ 1 എന്ന് കിട്ടി അല്ലേ 1 കിട്ടി പിന്നെ കോമൺ ഡിഫറൻസ് എന്താ 5 അല്ലേ അപ്പോൾ 5 ആഡ് ചെയ്ത് പോയാൽ പോരെ അപ്പോൾ 1 + 5 എത്രയാണ് 6 അല്ലേ 6 + 5 എത്ര 11 11 + 5 എത്രയാണ് 11 + 5 16 അല്ലേ 16 + 5 എത്രയാണ് 21 അല്ലേ 21 + 5 എത്രയാണ് 26 26 + 5 എത്രയാണ് 31 31 + 5 എത്രയാണ് 36 എക്സെട്രാ സോ ആണ് അല്ലേ നമുക്ക് 5 എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ 1 2 3 4 5 5ആയല്ലോ അപ്പം നമുക്ക് എന്താക്കി രണ്ടാമത്തെ ആൻസർ ഇതാണ് കേട്ടോ ഓക്കെ അതിൽ 2 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടുന്നത് ഏതാണ് ഇതാണ് ഓക്കെ ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത് രണ്ടാമത്തത് ഒന്നാമത്തത് ഇത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആ സീക്വൻസ് കിട്ടി കേട്ടോ ദെൻ നെക്സ്റ്റ് എന്താണ് What is the 21st term of the arithmetic sequence 100, 95, 19, etc.? അപ്പോൾ എന്താണ് 21st ടേം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് തന്നെ 100, 95, 19, etc. അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കണം ആദ്യം ഈ അരിത്മെറ്റിക് സീക്വൻസ് എഴുതുക പിന്നെ ഏത് ടേമാണ് കാണേണ്ടതെന്ന് അതും എഴുതുക അല്ലേ ഓക്കെ ഇതാണ് എന്ത് നമ്മളെ സീക്വൻസ് അല്ലേ അതിൽ ആ സീക്വൻസിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് 21st ടേം അല്ലേ എന്താ 21st ടേം അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതെ 21st ടേം അല്ലേ അപ്പോൾ n = എന്താ നമുക്ക് ഇത് 21 എഴുതാം അല്ലേ n = 21 ഓക്കെ മനസ്സിലായില്ല ഇത് എന്താണ് നമുക്ക് ഇനി n = 21 ഈ നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം എന്താ അതിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം 100 ആണ് അല്ലേ അത് എടുത്ത് എഴുതുക ആദ്യം നമുക്ക് അല്ലേ ഫസ്റ്റ് ടേം = 100 ഓക്കെ ഫസ്റ്റ് ടൈം = 100 ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ d = എന്താണ് d = എന്താണ് 95 - 100 അല്ലേ അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണല്ലോ അപ്പോൾ 95 - 100 ഓക്കെ 95 - 100 എന്ന് പറഞ്ഞാൽ എന്താണ് വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക അല്ലേ അപ്പോൾ -5 അല്ലേ 100 5 കുറയ്ക്കുക അല്ല 100 95 കുറയ്ക്കുക അപ്പോൾ എന്ത് 5 കിട്ടും വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവാണ് അതുകൊണ്ട് -5
5. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് 21st ടേം അല്ല കിട്ടേണ്ടത്. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതണം അല്ലേ. ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ എന്താക്കുക, താഴെ എഴുതുക കേട്ടോ. ഓക്കെ, ഇതിനെ താഴെ ആയിട്ട് എഴുതി പോവുക കേട്ടോ. സൈഡിലേക്കൊന്നും എഴുതണ്ട, അങ്ങനെ ബുക്ക് ലാഭിക്കാനൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്താ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താക്കുക, നിങ്ങളിങ്ങനെ എഴുതുക കേട്ടോ. ടീച്ചർക്ക് ഇവിടെ താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ടീച്ചർ എന്താക്കുന്നത് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 21st ടേം ഇസ് ഈക്വൽ ടു 21st ടേം ഇസ് ഈക്വൽ ടു അങ്ങനെ എഴുതാം നമുക്ക്. ഫസ്റ്റ് ടേം പ്ലസ് n-1 d അല്ലേ ഇക്വേഷൻ എഴുതണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് 100 അല്ലേ. 100 പ്ലസ് n എന്താണ് നമുക്ക് എഴുതിയത് 21 ആണ് അല്ലേ. അപ്പോൾ 21 മൈനസ് 1 ഇൻറ്റു ഡി എത്ര നമുക്ക് കിട്ടിയത് -5 അല്ലേ. ആ നെഗറ്റീവ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. നമുക്ക് തെറ്റിപ്പോകും, അതുകൊണ്ടാണ് നെഗറ്റീവ് ഒക്കെ ശ്രദ്ധിച്ചിടുക കേട്ടോ. ഇസ് ഈക്വൽ ടു 100 പ്ലസ് 21 മൈനസ് 1 എത്രയാണ് 20 അല്ലേ. 20 ഇൻറ്റു -5 ഓക്കെ ഇസ് ഈക്വൽ ടു 100 പ്ലസ് 20 ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യുക അല്ലേ. ഓക്കെ, ബോർഡ് മാസ് റൂള് മറക്കല്ലേ. അപ്പോൾ എന്താണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 20 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ എത്രയാണ് -100. ഓക്കെ, അപ്പോൾ 100 പ്ലസ് -100 എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 മൈനസ് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0 അല്ലേ. അപ്പോൾ 21st ടേം എന്ന് പറയുന്നത് എന്താണ് 0 ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് 21st ടേം കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്, അപ്പോൾ 21st ടേം നമുക്ക് 0 എന്ന് കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 56 ആൻഡ് 11th ടേം ഈസ് 51. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താണോ അത് ആദ്യം എഴുതുക. ഓക്കെ, 10th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 56 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് തന്നത് ആദ്യം എഴുതുക. അപ്പോൾ എന്താണ് 10th ടേം 56ഉം 11th ടേം 51. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്, മുകളിലത്തെ രണ്ടാമത്തത് അല്ലേ. ഇതേപോലെ തന്നെ അല്ലേ അതിൻ്റെ ഫസ്റ്റ് ടേം ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ഫസ്റ്റ് 5 ടേംസ് അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം ഇതിലെന്താ നമ്മൾ കണ്ടുപിടിച്ചിരുന്നതെന്ന് മറിച്ച് നോക്കി എന്താ നമ്മൾ ചെയ്തിരുന്നത് എന്നുള്ളത്. എന്താ ചെയ്തത്? ഇതിൻ്റെ ഫസ്റ്റ് ടേം എഴുതണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ, അതൊക്കെ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഇത് 10ഉം 11ഉം അടുത്തടുത്ത ടേമുകളാണ് അല്ലേ. അപ്പോൾ നമുക്കത് അടുത്തടുത്ത ടേമുകളാണെങ്കിൽ എന്താണ് 11th ടേമിന് 10th ടേമും കുറച്ച് നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, കോമൺ ഡിഫറൻസ് ആദ്യം എഴുതുക അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 51 മൈനസ് 56. നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് ഇത് എഴുതി പോകരുത് കേട്ടോ. ആദ്യത്തെ 10th ടേം എഴുതിയിട്ട് 11th ടേം മൈനസ് ചെയ്യരുത്, ശ്രദ്ധിക്കുക. 11th ടേം എന്നാണ് എന്ത് 10th ടേം മൈനസ് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 51 മൈനസ് 56 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടത്? -5 അല്ലേ. വലുതൊന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക അല്ലേ. 56ന് 51 കുറച്ചാൽ 5 വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പം -5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് -5 എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് ടേം ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു ടീച്ചർ എന്താ പറഞ്ഞിരുന്നത്? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എന്താ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്? ഫസ്റ്റ് ടേം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കണം, 10th ടേമിലേക്ക് എത്തണമെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര വട്ടം കൂട്ടണം എന്നല്ലേ. അപ്പോൾ എത്രയാണ് 9 ടൈംസ് അല്ലേ, 10 മൈനസ് 1 അല്ലേ. അപ്പോൾ അത് 10th ടേമിന് ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? 10th ടേമിൽ നിന്ന് എന്താ 10 മൈനസ് 1 9 ടൈംസ് കോമൺ ഡിഫറൻസ് കുറച്ചാലാണ് എന്ത് ഫസ്റ്റ് ടേം കിട്ടുക അല്ലേ. അപ്പോൾ കുറയ്ക്കണം, 10th ടേമിൽ നിന്ന് കുറയ്ക്കണം. ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ കുറയ്ക്കുകയാണ് അവിടെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 56 മൈനസ് എന്താണ് 56 മൈനസ് എന്താ 10 മൈനസ് 1 എന്താ 9 അല്ലേ. 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ് -5 അല്ലേ. അത് ചെയ്യാം. ഇനി ഇസ് ഈക്വൽ ടു എന്താ 56 മൈനസ് 9 ഇൻറ്റു -5 എത്രയാ? -45 അല്ലേ. അപ്പം -45 ഓക്കെ ഇസ് ഈക്വൽ ടു ഇനി നമുക്കറിയാം എന്ത് 2 നെഗറ്റീവ് ഒരുമിച്ച് വന്നാൽ എന്താണ് പ്ലസ് ആയിട്ട് ചെയ്യുക വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 56 പ്ലസ് 45 എന്ന് എഴുതുക അല്ലേ. അത് 56 പ്ലസ് 45 എന്ന് എഴുതുക. അപ്പോൾ 56 പ്ലസ് 45 ഇസ് ഈക്വൽ ടു എത്രയാണ്? 6 പ്ലസ് 5 എത്രയാണ്? 11. 1 ബാലൻസ് 5 പ്ലസ് 4 9 10 101 എന്ന് കിട്ടും അല്ലേ.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് 101 ആണ് അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേം ചെയ്ത് എന്താണ് നമുക്കിത് ശ്രദ്ധിക്കാൻ നേരത്തെയും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് നിങ്ങൾക്ക് മലയാളത്തിൽ നേരത്തെ ഞാൻ ഇക്വേഷൻസ് പറഞ്ഞ് എഴുതി വെക്കാൻ പറഞ്ഞില്ലേ, ആ ഭാഗത്ത് നിങ്ങൾ എഴുതുക അല്ലേ. 10th ടേം 11th ടേം അല്ലേ, ഏത് ടേമാണോ തന്നിരിക്കുന്നത് അത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ടേമിൽ നിന്ന് എന്താക്കുക, ഈ കോമൺ ഡിഫറൻസ് എത്ര വട്ടാണോ എന്താണ് ഈ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യേണ്ടത് നോക്കുക. ഫസ്റ്റ് ടൈമിലാണ് 10 ആണെങ്കിൽ എന്താ 10 - 1 അല്ലേ, അപ്പോൾ 9 ടൈംസ് കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഈ 10th ടേമിൽ നിന്ന് 9 ടൈംസ് കോമൺ ഡിഫറൻസ് കുറച്ചാൽ 2 ഫസ്റ്റ് ടൈമിൽ എത്തുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 56 - 9 ടൈംസ് അല്ലേ, 9ൻ്റെ കോമൺ ഡിഫറൻസ് അങ്ങനെ ചെയ്തപ്പോൾ 101 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടിയല്ലോ. ഓക്കെ, ദെൻ ഇനി എന്താണ് രണ്ടാമത്തെ അതിൽ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ഇറ്റ്സ് ഫസ്റ്റ് 5 അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പോൾ ആദ്യത്തെ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് ചെയ്താൽ പറഞ്ഞിട്ടില്ല 5 എണ്ണം. അപ്പോൾ ഫസ്റ്റ് ടേം എന്താ 101 അല്ലേ, അപ്പോൾ 101 കിട്ടി അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം എന്തായിരിക്കും, നമുക്ക് കോമൺ ഡിഫറൻസ് എന്താ -5 ആണെന്നറിയാം അല്ലേ. അപ്പോൾ 101 + -5 അല്ലേ. അപ്പോൾ 101 - 5 ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 96 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, 96 ഇനി 96 - 5 ചെയ്യുക. അപ്പോൾ 96 + -5 ആഡ് ചെയ്ത് പോകണം അല്ലേ. അപ്പോൾ അവിടെ -5 ആയതുകൊണ്ട് നമ്മൾ എന്താ മൈനസ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ 96 - 5 എന്താണ് 91. ഓക്കെ, ഇനി 91 - 5 എന്താണ് 86 അല്ലേ. 86 - 5 എന്താണ് 81. 81 - 5 എന്താണ് 76 അല്ലേ. അപ്പോൾ നമുക്ക് 5 എഴുതിയാൽ മതി. അപ്പോൾ 5 ഉണ്ടോക്ക് 1 2 3 4 5 5 ആയില്ലേ. അപ്പോൾ ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അല്ലേ. ഓക്കെ.